ജയിലർ വന്നപ്പോ ഒരു ജയിലർ കൊണ്ടാകുന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തക്കിലേക്ക് വരുമ്പോ അതില് ഞാന് അല്ല അത് ചേട്ടൻ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ? മലയാളത്തിൽ ഇത്ര ധൈര്യമുള്ള ഒരു നടനുള്ളൂ. കാര്യമുണ്ട്, സത്യം പറഞ്ഞു. അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അത് നമ്മുടെ ഒരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബാലുന്നുണ്ട്. പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. അതല്ല, ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഏതാ അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പിന്നെ അവര് ഉപയോഗിച്ചോണ്ടോ. നന്ദി. എന്താ അതല്ല, ഒരു കാര്യം ചോദിക്കണം. എയർക്രാഫ്റ്റിൽ തലക്കെന്താ പ്രശ്നം പറ്റിയില്ല? അതാണ് എയർക്രാഫ്റ്റിൽ എനിക്ക് പ്രശ്നം പറ്റിയില്ല. അവര് മറ്റേ സ്റ്റൊമക്കിന്റെ സർജറി അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കുക. സോഷ്യലി കമ്മിറ്റഡ് പറയണം, അവരെല്ലാം പറഞ്ഞു പറയുന്നേ പറ. കുറച്ച് വരുമ്പോ പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ നന്നായിട്ട് പ്രിപ്പയർ സമയം കിട്ടി. അതാണ് സത്യം. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസരം എന്റെ അടുത്ത് എത്തിയില്ലേ. പിന്നെ പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില സജഷൻസ് പറയും, ടെപ്പ് റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ തന്നെ തെരു പറഞ്ഞിട്ട് പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു മര്യാദയ്ക്ക് വരണം, പടങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടുണ്ട്. ഞാൻ ഇന്ദ്രനീലിന്റെ അടുത്ത് പടം തുറന്നതിന് തലവിഷയം പറഞ്ഞു, മീശ പരിപാടി കണ്ണൂർ സ്കോഡിന്റെ ആ ഒരു പരിപാടി ഞാൻ മോൾഡ് ബ്രേക്ക് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞെങ്കിൽ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയപ്പെട്ട ആളുടെ ഒരു മാട്രസ് നമ്മൾ ചെയ്തു വെച്ചത് എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പെടുത്തിട്ട് നമ്മൾ തല ചെയ്യുന്നതും പിന്നെ മീശയുടെ നമ്മൾ ചെയ്യുന്നതും പിന്നെ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ദി ബോർഡായി പോകുന്ന സമയത്ത് വളരെ എൻ്റെ അനുജനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഓവറാട്ടോ, കുറച്ചോളം പറയും അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് പോകുന്നതിനൊക്കെ നല്ലല്ലോ, നമ്മൾ കൂടുതലൊരു കോ ആക്ടർ പറഞ്ഞു തരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവര് നമ്മൾ ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ പല കൊള്ളാതെ തന്നെ ഇവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം. വീട്ടിലിരുന്നുണ്ടാവും. അല്ല, ഞാൻ 3ാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകളിൽ എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, CPO ആയിരുന്നു. ജഗന്റെ മൂവിയിൽ ഇറങ്ങിയിട്ടില്ല. അതിൽ SI ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SI ആയിട്ടാണ്. ഇതിപ്പോൾ CA. അപ്പോൾ ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്, ഇതുപോലെ SI CA. അതിന്റെ ഇരുത്തം ഒന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും. സീസണൊക്കെ കഴിഞ്ഞ ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി. നമ്മളെ അത് എവിടെയാ ഇത് മോളെ ഇതൊക്കെ സെൻസർ ചെയ്ത് ഇവിടെ ഒരു സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ, URA ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത് സിനിമയിൽ. അത് ആൾക്കാർ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരമൊക്കെ കുറെ പേര് ഇതൊക്കെ ഓടി ഉത്തരങ്ങളല്ലേ. അത് ഇവിടുത്തെ പറയണം എന്താ സ്വാധീനിക്കുന്നവൻ തോന്നുന്നുണ്ടോന്നോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ ഉള്ള 10 ആൾക്കാരെടുത്തു സ്വാധീനിച്ചിട്ടുണ്ടോ? തന്നെ ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നിങ്ങളെ സ്വാധീനിച്ചോ?
ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. മമ്മൂക്കിനെ കൊണ്ട് രാത്രി പാതിരാത്രി പോയിട്ട് രാത്രി എഴുതാൻ മനുഷ്യൻ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞു, നമുക്ക് കിട്ടി ഉത്തരം. രണ്ടും ഉണ്ട്. ചിലപ്പോ നമുക്ക് ഉഴപ്പാം, പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ നമ്മളിപ്പോൾ ഞാനും അജുവും അല്ലെങ്കിൽ സിജു ചേട്ടൻ അല്ലെങ്കിൽ നിം ചേട്ടനൊക്കെ ഉള്ള ഒരു സെറ്റ് ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പ് ചിലപ്പോൾ കണ്ടത് വരാം. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാണ് കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടോ. അതെന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മൾ ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് വട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പോൾ നിവിൻചേട്ടൻ എന്നോട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ എത്ര മണിക്കാണ് ഇവിടെ ഷൂട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വന്നു. 6 മണിക്ക് 6 മണിക്ക് എൻ്റെ പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോൾ 6:10 അവിടെ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അതുപോലെ ഒരാളുണ്ടാകുമ്പോ കറക്റ്റ് അനുസരണ അവിടെ വരും. അപ്പൊ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. ഒരു ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ വലിയ പരാജയം സംഭവിക്കുന്നു. നിർമ്മാതാക്കൾ സംഘടനയും പറയുന്നുണ്ട്, സെലക്ട് ചെയ്ത് മലയാള സുഹൃത്തുക്കളുടെ വലയത്തിലാണ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പുറകോട്ട് പോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്വയമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. ബന്ധപ്പെട്ട് ചോദിക്കണം, സ്ക്രിപ്റ്റുകൾക്ക് ഒരു ബലമില്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ പരാജയം വലുതായിട്ട് സംഭവിക്കാറില്ല. അതല്ലേ ഫൗണ്ടേഷൻ. അതിൽ ഉത്തരം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിച്ച സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരുമിച്ച് അഭിനയിച്ചു. വളരെ സത്യസന്ധതല്ലേ. നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു. എന്തിനാണ് നമ്മൾ ഒരുമിച്ച സിനിമ? നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ. അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചു, ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു, സ്ക്രിപ്റ്റിന്റെ ഫലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണല്ലേ. അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു. ചേച്ചി ഇത് കേട്ടു, അപ്പൊ എനിക്കൊരു 90% ഓക്കെയാണ്. കാരണം ചേച്ചി പോലത്തെ ഒരു ബാനറിന് ഇത്രയും സക്സസ് റേറ്റുള്ള ഒരു ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിന് കാശ് കൊടുക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ. നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളി പോകുന്ന എവിടെയാ? എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളി പോവാം അല്ലേ. പടം ഷൂട്ടിനിടയിൽ പാളി പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അതുപോലെ വർക്കൗട്ട് ആയില്ലെങ്കിൽ പാളി പോവാം. ഏത് ഘട്ടത്തിൽ വേണം പാളി പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ ഇന്ന് സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പൊ അത് വലിയ വലിയ എന്താ പറയണ്ട, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫ് പോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ് നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. അപ്പം പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എന്നോട് പറയുന്നത് ആള് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിട്ടിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, അതിന്റെ എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാലും മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമകൾ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാലും മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിലുള്ള എക്സെപ്ഷനാണ് പ്രിൻസ് പോലുള്ള സിനിമകൾ. കാരണം അതൊരു കുടുംബ ചിത്രമാണ്. സാധാരണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു. കാരണം പ്രിൻസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം. പക്ഷെ ദിലീപേട്ടന്റെ ഒരു ആവറേജ് സിനിമ പോലും, ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടന്റെ പടം ഹിറ്റാണ്. കാരണം കുടുംബ ജനപ്രിയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ മലയാളത്തിൽ അത് ഹിറ്റാണ്. ഇപ്പൊ ഈ സിനിമ ഇപ്പൊ ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു സാധ്യത വെച്ചാൽ ഇതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ഇതൊരു ഓർഡിനറി സിനിമയല്ല, ഇത് വെൽ മെയ്ഡ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള, ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്തതും നമ്മൾ എടുത്തു പറയുന്ന കാര്യം അതാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്നത്തെ സിനിമക്ക് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ വീണു പോകും. ധ്യാൻ ചേട്ടാ എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. അല്ല ധ്യാൻ ചേട്ടാ
പ്രൊഡ്യൂസൊക്കെ പറഞ്ഞു. നമ്മള് അതിനകത്ത് സന്തോഷമാണ്. ഞാൻ ഉൾപ്പെടെ ഞാൻ ഒരു സിനിമക്ക് സന്തോഷമാണ് തന്നെ. പക്ഷെ ആ സിനിമയും വേണ്ടത്ര രീതിയിലേക്ക് തിയേറ്ററിൽ ആളുകൾ അതാ പറഞ്ഞത്, അതിനു വേണ്ടിയാണല്ലോ നമ്മളിപ്പോ ഈ സക്സസ് മീറ്റും ഇതെല്ലാം ഇതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിലെ ആൾക്കാരെ കൊണ്ടുവരാനും ആൾക്കാരെ അറിയിക്കാനും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെയുള്ള പലരും കണ്ടു, ഇതിലുള്ള എത്രയോ പേരെന്നോട് പറഞ്ഞു ചേട്ടാ കൊള്ളാന്ന് പറയുന്നു, ഇവരൊരു 10 പേരെടുത്ത് പോയി പറയുന്നു. ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ നിന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആൾക്കാർ 10 പേര് കണ്ട ആൾക്കാർ അടുത്ത 10 പേരെടുത്ത് പറയുമ്പോൾ അവർ പോയി കണ്ട് കാര്യമുള്ളൂ. കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിട്ടിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി കൂടുതൽ. അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം എന്നില്ല, എനിക്ക് ഇഷ്ടമാവാത്ത സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. ഇതിലൊരു കാര്യമില്ല, നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കേസ്. ഇല്ല ഞാൻ അത് ദിലീപേട്ടൻ സിനിമയല്ലേ, ദിലീപേട്ടൻ ആട്ടങ്ങൾ കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം അതൊക്കെ ഉള്ളൂ ആ സിനിമയിൽ. അത് തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ. ഒരു പ്രൊഡ്യൂസർ അടുത്ത ആഴ്ചയും വരുന്നുണ്ട് 6 സിനിമ. അത് ഞാനിങ്ങനെ പറയും, ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലോ മൂവി എടുക്കാന്നുള്ളത്. അതല്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്നായാലും ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ നിന്നായാലും അത് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. വലിയ പൈസ മുടക്കിയ സിനിമകൾ ഇപ്പൊ ഓഡിയൻസ് കേടുന്നില്ല, ഞാൻ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെ അല്ലേ? ഇപ്പൊ എല്ലാവരും ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ, ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നത്. ഡെഫിനറ്റ്ലി എല്ലാവരും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അല്ല അതെന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഇപ്പം സമ്മർ ടൈമാണ്, ഏപ്രിൽ മെയ് അവധിക്കാലമാണ്. ഇപ്പം ജൂൺ കഴിഞ്ഞാൽ മഴ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാരും മൺസൂൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പൊ ഈ സമ്മറിലെ സംബന്ധിച്ച സീസണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും കഴിഞ്ഞ എല്ലാ ആഴ്ചയും തന്നെ 3-4 സിനിമകൾ ഉണ്ട്. കാരണം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് പ്രൊഡ്യൂസേഴ്സും അവരുമാണ് തീരുമാനം എടുക്കേണ്ടത്. ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ ബാനറും ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് ഇത് തീരുമാനിച്ച് അവരുടെ സിനിമ ഞങ്ങൾക്ക് ഈ റിലീസ് വേണം, നമുക്ക് ഈ സമ്മർ കഴിഞ്ഞു പോയാൽ തിയേറ്ററിൽ ആൾ കയറില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവര് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി. അത്രമാത്രം സിനിമകൾ ഈ വർഷം എത്തിയപ്പോൾ അത് കുറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം കോവിഡിന് ശേഷമൊക്കെ ആൾക്കാർ, കാരണം എല്ലാവർക്കും ജോലി വേണ്ടേ, എല്ലാവർക്കും പണി വേണ്ടേ. കോവിഡിന് ശേഷമല്ലേ നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ വളർന്നത് അല്ലേ, ഇതിനോടൊപ്പം അല്ലേ ഡിജിറ്റൽ വളർന്നു, ഓൺലൈൻ വന്നു, ഇതൊക്കെ ഈ വളർച്ചയൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി വേണം, പുതിയ സിനിമകൾ സംഭവിക്കണം. അപ്പൊ അത്രമാത്രം കോവിഡിന് ശേഷം സിനിമകൾ പെരുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കൂടി. അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇതില്ല ഒരു വർഷത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയും 3-4 റിലീസ് ഇതിന് ശേഷം വന്നു. അത്രയും അത് പിന്നെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വന്നു, OTT വന്ന് പാതി വഴിയിൽ നിന്ന് പോയ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT റിലീസുകൾ വന്നു. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈന്റെ മാറ്ററാണ് ഇത്. അപ്പോൾ ഇപ്പോ ഈ പറഞ്ഞ 7 റിലീസും ഇതൊന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അതത് ബാനറിന് ഇത് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണക്ക് കൂടുമ്പോൾ ചിന്തിക്കണം പറഞ്ഞു. മേഡം അസോസിയേഷനിലെ ഒരാളാണ്, തർക്കത്തില്ല, അനുസരിച്ച വ്യക്തിയൊക്കെ അത്തരം കണക്ക് കൊടുത്ത് സിനിമാ മേഖലയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ സ്വയം കാണുന്നുണ്ട്. പല പ്രൊഡ്യൂസർമാരും തിരിച്ചു പല സ്വപ്നങ്ങളും ഇല്ലാതാകുന്നു, സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നു. അവരവിടെ നിങ്ങൾ ഒരു പ്രൊഡ്യൂസറെ പിടിച്ചിട്ടുണ്ടേ ആ സമയത്ത് ഇങ്ങനെ കണക്ക് പുറത്തുണ്ട്, നഷ്ടക്കണക്കുകൾ ലാഭത്തിലാണ്. ജനുവരി 8 സിനിമയുടെ കുറേ ലാഭം ഇട്ടടിച്ച സിനിമകളുണ്ടാവും, ലോകമെമ്പാടും അറിയിക്കും മലയാള സിനിമ. അതിനിടയിലാണ് ഇങ്ങനെ കണക്കുകൾ പുറത്തുള്ളത്. അത് നേരത്തെ സംബന്ധിച്ചോ അത് ബുദ്ധിമുട്ടുണ്ടാകും. ഈ സിനിമ ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരുപാട് OTT ആദ്യം നമുക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ OTT വന്നുകൊണ്ട് വലിയൊരു മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു മൂവ് ഉണ്ടാക്കി, ഒരുപാട് മൂവീസ് എടുത്തു. പക്ഷെ ഒരു പോയിന്റിൽ അവർ നിർത്തി. ഇപ്പം നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കുക ഇല്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം ഇതിപ്പം
നമ്മളായിരിക്കും നേരത്തെ OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അവർ എടുക്കുമായിരുന്നു. ഇപ്പം ആരും എടുക്കുന്നില്ല. ഇപ്പം അവർ തിയേറ്ററിൽ റിലീസായി അതിൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഒക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്കതാ ഫീൽ ചെയ്തത്. കാരണം ഒരു ബിസിനസ്സിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകില്ല. മൂവിയും നമുക്ക് തിയേറ്ററിൽ ഓടി നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിനുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ OTT പ്ലാറ്റ്ഫോമും സാറ്റലൈറ്റും ആയിരുന്നു. അപ്പം നമുക്ക് OTT വന്നപ്പോൾ സാറ്റലൈറ്റിൽ നമുക്ക് കുറഞ്ഞു. ഇപ്പം എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം. അല്ല മേഡത്തിന് ഈ സിനിമയുടെ തന്നെ കണക്ക് അടുത്ത മാസം കണക്ക് പുറത്തുകൊണ്ടാണ് ബിസിനസ് നടന്നിട്ടുണ്ടാവും. ബിസിനസ് നടക്കുമ്പോൾ OTT ബിസിനസ് നടക്കാം, സാറ്റലൈറ്റ് ബിസിനസ് നടക്കാം, ഓവർസീസ് നടക്കാം. ഇതിന്റെ എല്ലാം കൂടെ കൂടി ഒരു കണക്ക് വിടുകയാണെങ്കിൽ അത് സിനിമയിൽ പരാജയമായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ചേർക്കണം എന്നൊരു ആഗ്രഹമാണ്. അതൊരു ഗ്രൂപ്പ് അസോസിയേഷൻ എടുക്കുന്ന ഒരു തീരുമാനമല്ല. ഇപ്പം നമ്മളൊരു പേഴ്സണലി വന്നാൽ നമുക്ക് അങ്ങനെ പബ്ലിക് എൻ്റെ തീരുമാനം ഇതാണ് എന്ന് എനിക്ക് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, ആ അസോസിയേഷൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ആഗ്രഹമുണ്ട്. അങ്ങനെയാണോ? എന്താ എല്ലാം ഒരുമിച്ച് വിടണം. കുഴപ്പമില്ല. അതെന്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്താ അറിയാം ഒരു 10 നിമിഷം കൊടുക്കും, ഒരു 2 മിനിറ്റ് കൊടുക്ക്. ചോദിക്കാത്ത ആൾക്കാർ ചോദിക്കട്ടെ. എൽദോ ചോദിക്കില്ല. അത് ഏതാടാ ട്രാക്ക്? അത് എന്താ പാട്ടാണ്? മൈക്കിൾ ജാക്സൺ അല്ലല്ല സിനിമയിൽ സിബിയാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബിയാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ഫസ്റ്റും ഓക്കെ അത് ചെയ്ത ട്രാക്കാണ്. അല്ലാതെ സോഫിയമ്മ ഈ ലാലേട്ടനും സോഫിയമ്മ സാധനടിക്കട്ടെ. ഇതൊക്കെ എന്തിനാണ്? അവര് പറഞ്ഞു, ഞാൻ വെച്ചു. സോഫിയ മാം ഈ ലാലേട്ടന് അനുപ്രേക്ഷിതമായിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോഫിയ മാം പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുണ്ടോ? ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അനുവർഷിതായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ. അത് ലാലേട്ടനും ആരായാലും നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു മാസപ്പാടായിരിക്കും. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു പ്രോജക്റ്റ് ഉണ്ട്, അത്രയും. എടാ ഒരു ചോദ്യം ചോദിക്കട്ടെ. അവൻ ചോദിക്കട്ടെ. എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും ഒരു നെഗറ്റീവ്, ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാറില്ല. ആകെ ഒരു ഗ്രൂപ്പിന് പുറത്തു. സിനിമയുടെ റിവ്യൂ കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് പുറത്ത് ഇന്ന് ഗ്രൂപ്പ് ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയിക്കുക, ആ പടം OTT വേണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മാൻ എന്ന സിനിമ. പൊന്മാൻ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് മൂവീസ് ഒന്നാണ്. അത് പലരുടെ നിന്റെ അഭിപ്രായം അല്ല, ഐ മീൻ കുറെ എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ ഒരു പടവും നമുക്കൊന്നും അല്ല. ഇന്ത്യ എന്ന് പറയണത് ഇന്ത്യ എന്ന് പറയണം. ഞങ്ങളൊക്കെ ഇന്ത്യ എന്ന് പറയണം. ഇവിടുത്തെ അക്ഷരമൊക്കെ 90% ഇന്ത്യ എന്ന് പറയണം. ബാക്കിയുണ്ടായിരുന്നു പറയട്ടെ. ഞാൻ കാണാറുണ്ട്. ഞാൻ മാഷിന്റെ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്കാവാറുണ്ട്. ചിലതൊക്കെ എല്ലാമല്ല. എന്താ പറഞ്ഞേ? ഫസ്റ്റ് ഇപ്പൊ എന്താ ചോദ്യം?
അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്കും ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ ഇവരോട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റും. നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാന. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണു പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്, പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയും പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അപ്പൊ അതാ പറഞ്ഞ അത്രേ ഉള്ളൂ റിവ്യൂന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ. ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ല. അത്രേ ഉള്ളത്. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാമോ? എന്തിനാ ഇതെല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മളെ OTT കേസ് നീ ചോദിച്ചാല് OTT വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയാമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിൻ്റെ അടുത്ത് അവരുടെ തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വിൻ തന്നെ പറഞ്ഞു, ആരോ ഇതോ റിവ്യൂവർ തന്നെയാണ്. അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം, തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുന്ന ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസിറ്റീവ് നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകളും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ഇത് ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ട്, പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട, നിനക്ക് കൊള്ളാം. അതിനെ കുറിച്ച് പറയണോ? വേണ്ട വലിയ കൂടുമ്പോ അതും കൂടെ എന്താ അവന്റെ നമ്പർ ഞാൻ അയച്ചു തരാം. ചോദ്യം അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഷർട്ട് അതിനിടയിൽ നമുക്ക് ഏറ്റവും എല്ലാ റിവ്യൂകളും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞത്, ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ചെന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിംഗ് ഗംഭീരായിരുന്നു. അവസാന വാക്ക് റോണി. ഇതിനെ കാണാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായം നല്ലതാണ്, പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ കണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ 2-ന്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാൻ ശരിക്കും OTT വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പൊ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലും ഒക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസുകളുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.